പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം എഗെസ്കേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യം. മനുഷ്യപുത്ര, കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളിക്ക് മറ്റു മരത്തേക്കാൾ എന്തു വിശേഷതയുള്ളൂ? ഫലം കായ്ക്കാത്തതിനാൽ ഉപയോഗശൂന്യമായ ഒരു മുന്തിരിവള്ളിയോടെ യെരുശലേമിലെ ജനങ്ങളെ താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മനുഷ്യപുത്ര, കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളിക്ക് മറ്റു മരത്തേക്കാൾ എന്തു വിശേഷതയുള്ളൂ? നോക്കൂ, കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളി. പ്രിയ മക്കളെ, ഇന്ന് വചനം കേൾക്കുന്നവരിൽ ചിലരെങ്കിലും ഇതുപോലെയാണ്. ഒറ്റയ്ക്കായി വളരുന്ന ഒരു മുന്തിരിവള്ളി പോലെ ഒതുങ്ങിക്കൂടുന്ന ജീവിതങ്ങൾ. എന്നെ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് പറഞ്ഞ് കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എൻ്റെ മകനാണ്, മകളാണ്, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്. പ്രിയ മക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുന്തിരിവള്ളിയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ, നാം ഒന്നോർക്കണം, നമ്മുടെ അപ്പച്ചൻ നമ്മെ കാത്തുപരിപാലിക്കും. ഹല്ലേലൂയ. നിന്നെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോൾ പ്രിയ മക്കളെ, ഒരു കാര്യം, നീ മരത്തിൻ്റെ ഇടയിൽ വളർന്നപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പോഴാണ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞത്. എന്നാൽ നോക്കൂ, ഞാൻ നിന്നെ ഫലം കായ്ക്കത്തക്കവണ്ണം ഉപയോഗപ്രദമാക്കിയെടുക്കുവാൻ ഞാൻ ശക്തനാണ്. ഹല്ലേലൂയ. പലപ്പോഴും പലരും നമ്മെ തള്ളിക്കളയും, ആൾക്കൂട്ടത്തിൽ നിന്ന് നമ്മെ തള്ളി മാറ്റിക്കളയും, നീ കൊള്ളത്തില്ല എന്ന് പറയും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളെ പുച്ഛിച്ച് തള്ളുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഹല്ലേലൂയ കടന്നു വരുമ്പോൾ നാം ഭാരപ്പെടരുത്. അതിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവം അതിലും ശക്തമായിട്ട് നമ്മെ ഹല്ലേലൂയ ഈ തള്ളിക്കളച്ചിലിനെക്കാട്ടിലും ഉപരിയായിട്ട് ഹല്ലേലൂയ ഈ തള്ളിക്കളഞ്ഞത് ഹല്ലേലൂയ പിന്നീട് അതൊരു വലിയ ഹല്ലേലൂയ ദൈവിക മർമ്മത്തിന് കാരണമായി തീരത്തക്കവണ്ണം ദൈവം നമ്മെ എടുത്തുപയോഗിക്കും. ആ തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ തന്നെ കർത്താവ് നമ്മെ എടുത്തുപയോഗിക്കും. പ്രിയ മക്കളെ, നാം ഭാരപ്പെടരുത്. ഹല്ലേലൂയ. നോക്കൂ, നാം ഒരു പുഴുവിനെ നോക്കുകയാണെങ്കിൽ അത് ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ വളരെയധികം പ്രയാസപ്പെട്ട്, അതായത് ഒരു പുഴു പിന്നീട് മനോഹരമായിട്ടുള്ള ചിറക് വെച്ച് ഭംഗിയുള്ള ആ ചിത്രശലഭമായി മാറണമെങ്കിൽ ഹല്ലേലൂയ ഈ പുഴുവിൽ നിന്ന് ഹല്ലേലൂയ അല്പസമയങ്ങള് ഹല്ലേലൂയ കുറെ താമസം എടുക്കും. ഇതൊന്ന് ചിറക് വിരിച്ചൊന്ന് പുതിയതായിട്ട് നന്നായിട്ട് കാണാൻ കൊള്ളാകുന്ന നല്ലൊരു ചിത്രശലഭമായിട്ട് വളരണമെങ്കിൽ നോക്കൂ, ഈ അവസ്ഥയെ അവ തളർന്നു പോകാതെ ഹല്ലേലൂയ തകർന്നു പോകാതെ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഹല്ലേലൂയ. ഇതുപോലെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ ഒരു പുഴുവായിരിക്കാം, പക്ഷേ നാളെ നിങ്ങൾക്ക് മനോഹരമായ ഹല്ലേലൂയ ചിത്രശലഭമായിട്ട് മാറാൻ കഴിയും. നോക്കൂ, അതിന് മുന്നോട്ട് പോകുവാൻ നാം മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. മറ്റുള്ളവരുടെ മുന്നിൽ ഹല്ലേലൂയ നമ്മെ ഭംഗിയുള്ളതാക്കി എടുക്കുവാൻ, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മെ ഹല്ലേലൂയ ശോഭയുള്ളതാക്കി തീർക്കുവാൻ, പ്രയോജനമുള്ളതാക്കി തീർക്കണമെങ്കിൽ അല്പസമയങ്ങൾ നമ്മൾ കാത്തിരിക്കണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ ഫലം കായ്ക്കണമെന്ന് വിചാരിച്ച് പക്ഷേ നീതിയുടെയും യഹോവയുടെയുള്ള ആ വിശ്വസ്തതയുടെയും ഫലം കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ പറയുകയാണ്, 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്താണ്? അവർ ദ്രോഹം ചെയ്തുകൊണ്ട് ഞാൻ ദേശത്തെ ശൂന്യമാക്കും. പ്രിയ മക്കളെ, നമ്മെ ശൂന്യമാക്കുവാനും ഹല്ലേലൂയ നല്ലതാക്കുവാനും എല്ലാം നമ്മുടെ കർത്താവിന് കഴിയും. നാം എപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നുവോ, നമ്മെ ഉപയോഗപ്രദമാക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ, അതുപോലെ ആയിരിക്കും ഹല്ലേലൂയ നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്ന കർത്താവ് നമ്മെ എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പലപ്പോഴും നമ്മുടെ അടുക്കലേക്ക് വരും നമ്മെ ഉപയോഗപ്രദമാക്കി എടുക്കുവാൻ. പക്ഷേ നാം മാറിപ്പോവുകയാണെങ്കിൽ, പാപത്തിന്റെ വഴിയിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ, ഇവിടെ പറഞ്ഞല്ലോ, ദ്രോഹം ചെയ്തുകൊണ്ട് ഞാൻ ദേശത്തെ ശൂന്യമാക്കും. ഹല്ലേലൂയ. നമ്മൾ ദ്രോഹിക്കുന്നവരായിട്ടല്ല, നമ്മൾ ശൂന്യമാക്കി കളയുവാനല്ല. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ കർത്താവിന് പ്രയോജനപ്പെടുന്ന, മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ആ മുന്തിരിവള്ളിയെ നമ്മൾ എടുത്തു ഉപയോഗിക്കണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മെ തള്ളിക്കളയുന്ന
നിൽക്കുന്ന അവരുടെ മധ്യത്തിൽ തന്നെ കർത്താവ് നമ്മെ എടുത്തുപയോഗിക്കും. ഹല്ലേലൂയ. പ്രിയമക്കളെ, നമ്മുടെ ദൈവം ഹല്ലേലൂയ ഓരോ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നെന്താണ് മഹാമാരികൾ കടന്നു വരികയാണ്. നമ്മൾ വിചാരിച്ചു ഇനി പോയി, ഇനി കൊറോണ വരത്തില്ല, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുക. അല്ല, ഈ ദിവസങ്ങളിൽ പിന്നെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമക്കളെ, നാം എത്രമാത്രം കർത്താവിനോട് ചേർന്ന് നിൽക്കാമോ, എത്രമാത്രം കർത്താവിനെ വിളിച്ചപേക്ഷിക്കാമോ, അത്രമാത്രം ദൈവസന്നിധിയിൽ താഴ്ന്നെങ്കിൽ മാത്രമേ, ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നെങ്കിൽ മാത്രമേ ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നാം നോക്കുമ്പോൾ വിശ്വസ്തയോട് കൂടെ വസിക്കുകയും ഫലം കായ്ക്കുകയും ഹല്ലേലൂയ ചെയ്യുന്നതും ചെയ്യാത്തതുമായ ജീവിതങ്ങളെ കാണാം. ഹല്ലേലൂയ. ചെയ്യാത്തതിനെയൊക്കെ എന്താ ചെയ്തത്? വെട്ടിക്കളഞ്ഞ് തീയിലിടുന്ന അനുഭവം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അല്ലാത്തതിനെ എന്താ? ഫലം കായ്ക്കുന്നതിനെ ചെത്തി വെടിപ്പാക്കി എടുക്കുക. ദിനംതോറും ഫലം കായ്ക്കണം. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചൻ അതാണ് ആഗ്രഹിക്കുന്നത്, നമ്മിൽ നിന്ന് ഹല്ലേലൂയ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ഇവിടെ നോക്കി, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, തീയിലെരിഞ്ഞാൽ ഏത് തടിയായാലും അത് പ്രയോജനമില്ലാത്തതായി തീരുന്നു, അതുകൊണ്ട് യാതൊരു പണിക്കും കൊള്ളുകയില്ല. ഇവിടെ നോക്കൂ, ഒരാണി ഉണ്ടാക്കാൻ പറ്റുമോ? അതിനെ തീക്കിരയായി കൊടുക്കുന്നു, തീ അതിനെ രണ്ടറ്റവും ദഹിപ്പിച്ചിരിക്കുന്നു, അതിൻ്റെ നടുമുറിയും വെന്തിരിക്കുന്നു, ഇനി അത് വല്ല പണിക്കും കൊള്ളുമോ? ഹല്ലേലൂയ. പലപ്പോഴും പ്രിയ ദൈവമക്കളെ, നാം വിചാരിക്കും എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ കർത്താപ്പച്ചനുണ്ടല്ലോ, അവിടെ നല്ലൊരു തടിയായി നമ്മെ ഉപയോഗിക്കും. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് നിൽക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, പലപ്പോഴും തള്ളിക്കളഞ്ഞ, അതായത് പറയുന്നുണ്ടല്ലോ, തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. തള്ളിപ്പടലിന്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം പിന്നെയും കർത്താവിനോട് ചേർന്ന് നിൽക്കണം. പ്രിയ ദൈവമക്കളെ, ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കണമെങ്കിൽ വളരെ ചെലവുള്ളതാണ്, വളരെ ഹല്ലേലൂയ അതിനകത്ത് പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ആ മുന്തിരിത്തോട്ടം നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, മുന്തിരിത്തോട്ടത്തെ ചുറ്റും വേലികെട്ട് അടച്ചു സൂക്ഷിക്കണം. മറ്റൊരു കൃഷിക്കും ഇതുപോലൊരു ചുറ്റുമതിലൊന്നും വേണ്ട ആവശ്യമില്ല. പ്രിയ മക്കളെ, എന്തിനാണ് ഇത് കെട്ടുന്നതെന്ന് അറിയാമോ? മുന്തിരി വള്ളിയെ ഹല്ലേലൂയ വള്ളികളൊന്നും നശിപ്പിക്കാതെ, അതിൽ കുറുക്കന്മാരോ കാട്ടുപന്നികളോ ഒന്നും കള്ളന്മാരോ ഒന്നും കയറാതെ അതിനെ രക്ഷിക്കണമെന്നുള്ള രീതിക്കാണ് അത് മതില് കെട്ടി ചുറ്റുമതിലൊക്കെ കെട്ടി സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമക്കൾ, അതായത് ഒരു വിശ്വാസിയുടെ ജീവിതം ഇതുപോലെ കെട്ടി ഉറപ്പോടെ സൂക്ഷിച്ചില്ലെങ്കിൽ പലരും കടന്നു വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കള്ളൻ ഏത് നേരത്താണ് കടന്നു വരുന്നത് അറിയത്തില്ല. പലപ്പോഴും ഹല്ലേലൂയ നല്ല വിത്ത് വിതറേണ്ടടുത്ത് ഹല്ലേലൂയ കള വിതറിയിട്ട് പോകും. നാം ഉറക്കമുണർന്ന് ഈ ദിവസങ്ങളായിത്തീർന്നെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നോക്കും, നല്ല ഹല്ലേലൂയ സംരക്ഷണം നമുക്ക് കിട്ടണമെങ്കിൽ ഹല്ലേലൂയ, അതായത് ഈ ദിവസങ്ങളിൽ നാം തന്നെ നമ്മുടെ ഹല്ലേലൂയ കളങ്ങൾ വെടിപ്പാക്കി സൂക്ഷിക്കണം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നോക്കും, ഈ ഹല്ലേലൂയ അതായത് ഈ ചുറ്റുമതിലൊക്കെ കെട്ടി സൂക്ഷിച്ച് ഹല്ലേലൂയ നല്ല ഒരു സംരക്ഷണമൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ആ വേലക്കാർക്കൊക്കെ താമസിക്കുവാനൊക്കെ ഒരു കാവൽപ്പുരയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പ്രിയ ദൈവമക്കളെ, കെട്ടിയടച്ച തോട്ടത്തിനുള്ളിൽ ഹല്ലേലൂയ കുഴികൾ എടുത്താണ് ഈ മുന്തിരി തൈയൊക്കെ നടുന്നത്. എന്തിനാണ്? ഹല്ലേലൂയ നല്ല ഫലം പുറപ്പെടുവിക്കാൻ. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മയും ഹല്ലേലൂയ ഇതുപോലെ കെട്ടിയടച്ച് നല്ല ഫലവത്താക്കി തീർക്കുവാൻ ചില ഹല്ലേലൂയ അത് ഇതിനകത്ത് പ്രോസസ്സിംഗ് ഒക്കെ നടത്തണം. പ്രിയ ദൈവമക്കളെ, നല്ലതായിട്ട് അത് കെട്ടിയടച്ച് അത് കാത്തു സൂക്ഷിച്ച് അതിനകത്ത് മുള്ളും പറക്കാരെയും കല്ലും എല്ലാം മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ നല്ല ഫലം പുറപ്പെടുവിപ്പാൻ ഹല്ലേലൂയ ഇടയായി തീരുകയുള്ളൂ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്താണ്? ഹല്ലേലൂയ അതിനകത്ത് കാട്ട് ഹല്ലേലൂയ മുന്തിരിങ്ങ കായ്ക്കുവാൻ ഇടയായി തീരും. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിലെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ പറയുന്നുണ്ടല്ലോ ഹല്ലേലൂയ, അതായത് 5-2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളിക്ക് എന്തു പ്രയോജനം. ഹല്ലേലൂയ. നോക്കൂ, നമുക്ക് യോസഫിനെ ഒന്ന് നോക്കാം. അത്രയും സഹോദരന്മാരുടെ ഇടയിൽ ഹല്ലേലൂയ യോസഫ് ഒറ്റയ്ക്ക് നിന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ സഹോദരങ്ങളൊക്കെ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ അവർക്കെല്ലാം കണ്ണുകടി ഹല്ലേലൂയ ജോസഫിൽ ഉണ്ടായി. അവർ ഹല്ലേലൂയ മിദ്യാന്യർക്ക് വിറ്റു. പിന്നെ പോത്തിഫറിന്റെ അടുത്ത്, പോത്തിഫറിന്റെ ഭാര്യയിൽ നിന്നൊക്കെ ഹല്ലേലൂയ രക്ഷപ്പെട്ടു പോകുന്ന
നല്ലൊരു ജോസഫിനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം ജോസഫിനെ അറിഞ്ഞു. പ്രീതി മക്കളെ, നമ്മയും അറിയുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ചെറിയ ചെടിയായാൽ മതി, ഹല്ലേലൂയ, അത് സുഗന്ധം വീശുന്നതാണ്. ഹല്ലേലൂയ. പ്രീതി മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മളെ എങ്ങനെ കർത്താവിന്റെ സന്നിധി ഉപയോഗപ്രദമാക്കാമോ അപ്രകാരം നാം ദൈവസന്നിധിയിലേക്ക് ആയിത്തീരണം. ഹല്ലേലൂയ. മനുഷ്യപുത്ര, കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളിക്ക് മറ്റു മരത്തെക്കാൾ എന്ത് വിശേഷതയുള്ളൂ. പ്രീതി മക്കളെ, നമ്മളെ വിശേഷമാക്കി മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. നമുക്ക് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നല്ലൊരു വൃക്ഷമാക്കി ഞങ്ങളെ എടുക്കണമേ. കർത്താവിന് പ്രയോജനപ്പെടുത്തി എടുക്കണമേ. ഫലവത്തായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നല്ല പ്രയോജനമുള്ളവരായി തീരുവാൻ, ഏത് വിഷയത്തിൽ മൂലം ഹല്ലേലൂയ ഭാരപ്പെടുന്നോ അതിന്മേലെല്ലാം ദൈവപ്രവൃത്തി കാണുവാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. അപ്പച്ചൻ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ.